ഹായ് എവരി വൺ. ഇവിടെ നമ്പൂതിരി സാറിൻ്റെ ഒരു ഗംഭീര എക്സിബിഷൻ നടക്കുകയാണ്. ഞാനിവിടെ കൂത്തുപറമ്പ് ഏഷ്യൻ ആർട്സ് സെൻറ്ററിലാണുള്ളത്. ഇവിടെ നമ്പൂതിരി സാറിൻ്റെ 100ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് അതിമനോഹരമായ ഒരു ഷോ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഡയറക്ടർ സുരേഷ് കൂത്തുപറമ്പ് ഇവിടെ ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തോട് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാം. ഹലോ സുരേഷ് സാർ. അപ്പോൾ ഇവിടെ ഈ ഷോ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പോൾ എന്താണ് എവിടുന്ന് ഈ കളക്ഷൻസിൻ്റെ സ്രോതസ് എന്നാണെന്ന് പറയാൻ പറ്റും? ഇത്രയും മനോഹരമായിട്ടുള്ള ഡ്രോയിങ്സ്. ഇതൊരു കളക്ഷൻ എന്ന് പറയുന്നത് ഞാൻ 1993 കലാഗ്രാമം തുടങ്ങുന്ന കാലത്ത് ഞാൻ അവിടെ സ്റ്റുഡൻ്റായി ചെയ്യുന്നത്. ആ പീരീഡിൽ, അതായത് 93 കലാഗ്രാമം സ്ഥാപിച്ച കാലത്ത് ഒരു സ്റ്റുഡൻ്റായിരുന്നു. ആ കാലഘട്ടത്തിൽ ഞാൻ അവിടെ ഒരു സ്റ്റുഡൻ്റായി ചേർന്ന സമയത്ത് MB ദേവൻ്റെ നേതൃത്വത്തിലായിരുന്നു അവിടെ കലാപഠനം നടന്നിരുന്നത്. ഈ ആഴ്ചകളിൽ 1-2 ദിവസം ശ്രീ ആർട്ടിസ്റ്റ് നമ്പൂതിരി സാർ അവിടെ വരികയും ആ സമയങ്ങളിൽ അദ്ദേഹം ക്ലാസ്സിലേക്ക് വരികയും ചെയ്യുമായിരുന്നു. അതുവരെ ചാർക്കോൾ എന്നൊരു മീഡിയത്തെ കണ്ടു പരിചയം പോലും ഇല്ലാത്ത ഞങ്ങളെപ്പോലുള്ള 90 വിദ്യാർത്ഥികളുണ്ടായിരുന്നു അന്നത്തെ ക്ലാസ്സിൽ 93. ആ കാലത്ത് നമ്പൂതിരി ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ തുടർച്ചയായിട്ട് ഞങ്ങളെ കൊണ്ട് ഈ ചാർക്കോൾ എന്ന മീഡിയത്തെക്കുറിച്ച് പരിചയപ്പെടുത്തുകയും അതിനോടനുബന്ധിച്ച് അദ്ദേഹം ഡെമോ ചെയ്യുന്ന വർക്കുകളാണിത്. കാരണം ആ കാലത്ത് തന്നെ ഞാൻ അത്യാവശ്യം കലാകൗമുദി കഥയൊക്കെ വായിക്കുന്ന കൂട്ടത്തിലുള്ള ഒരാളായിരുന്നത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളെക്കുറിച്ച് എനിക്ക് നല്ല ധാരണ ഉണ്ടായിരുന്നു. അപ്പോൾ ആ കാലത്തുള്ള പരിണാമം, നാരായണപിള്ളയുടെ പരിണാമം, പിന്നെ അത്തരത്തിലുള്ള പല കഥകളെക്കുറിച്ച് ചോദിക്കും. അപ്പോൾ ആ ചോദിക്കുന്ന ചിത്രങ്ങൾ അദ്ദേഹം നേരിട്ട് ലൈവായിട്ട് വരച്ച് തന്ന ചിത്രങ്ങൾ അന്ന് എല്ലാ വിദ്യാർത്ഥികൾക്കും ഇത്തരത്തിൽ ചിത്രം വരച്ചത് ഇട്ട് കൊടുക്കുന്നതാണ്. പലരും സൂക്ഷിച്ചു വെച്ചിട്ടില്ല, ഞാൻ സൂക്ഷിച്ചു വെച്ചു എന്നതാണ് അതിൻ്റെ സത്യം. ആ കാലഘട്ടത്തിൽ ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ ഡ്രോയിങ് എത്രത്തോളം സ്വാധീനം ചെലുത്തി അങ്ങയുടെ പ്രൊഫഷണൽ ലൈഫിൽ? അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ചിത്രകലയുടെ ബാലപാഠങ്ങൾ പഠിച്ച വിദ്യാർത്ഥികളായിരുന്നു അന്നുള്ള 90 പേരിൽ 20 പേരും. ആ 20 പേരിൽ പലർക്കും ചിത്രകല എന്ന ബേസിക്കൽ സ്റ്റഡിയുള്ള ആളുകളായിരുന്നു. ആ സ്റ്റഡി ചെയ്തിരുന്ന ആളുകളിൽ നിന്നും പിന്നെ നമ്പൂതിരിയുടെ ചിത്രങ്ങൾ, പ്രത്യേകിച്ച് ഡ്രോയിങ്ങുകൾ, കാരണം വളരെ മസ്റ്റായിരുന്നു ആ കാലഘട്ടത്തിൽ. മദ്രാസ് സ്കൂളിൻ്റെ ഏറ്റവും വലിയ പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ആളുകൾ മുഴുവനായിട്ടും നന്നായിട്ട് രചനകൾ, അതായത് ഡ്രോയിങ് ചെയ്ത് ശീലിച്ചവരായിരുന്നു. ദേവൻ മാസ്റ്റർ ആയാലും നമ്പൂതിരി ആയാലും CN ആയാലും അവിടെ പഠിച്ച എല്ലാ ആളുകളും, അറ്റ്ലീസ്റ്റ് മുത്തുക്കോയ പോലും ഡ്രോയിങ്ങിൽ വിദഗ്ധന്മാരായിരുന്നു. ആ ഡ്രോയിങ്ങാണ് അവരുടെ ബേസിക്കൽ കപ്പാസിറ്റി. പക്ഷേ നമ്പൂതിരിയുടെ ഇല്ലസ്ട്രേഷൻ രീതിയിലേക്കുള്ള ഡ്രോയിങ്ങുകൾ വളരെ കൗതുകത്തോടെയും താല്പര്യത്തോടും കൂടിയും നോക്കിക്കാണുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ കലാഗ്രാമത്തിൽ എത്തുന്നത്. കഥയ്ക്കും പിന്നെ കഥാ മാഗസിന്, പിന്നെ കൗമുദി, പിന്നീട് മലയാളം. അപ്പോൾ ഇദ്ദേഹത്തെ നേരിട്ട് കാണുകയും അദ്ദേഹത്തിൻ്റെ ചിത്രം, കഥ പണ്ട് വായിച്ചിട്ടുണ്ട്, കഥയിൽ ഇദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ. പക്ഷേ അത്തരത്തിലുള്ള ഒരു ആളെ നേരിട്ട് കാണുകയും അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകൾ കിട്ടുക. ക്ലാസ് എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കുന്ന രീതിയൊന്നുമല്ല, സാധാരണ രീതിയിൽ ഒരു അധ്യാപകൻ എന്ന രീതിയില്ല. നമ്പൂതിരി ക്ലാസ്സിലേക്ക് വരും, അദ്ദേഹം കണ്ടമാനം ഡ്രോയിങ് ചെയ്തു തരും. നമ്മളെ കൊണ്ട് ഒരു 10-30 ഡ്രോയിങ് പോകുന്നതിലിടക്ക് ചെയ്യും. അന്ന് പേപ്പർ വാങ്ങാനൊന്നും സാമ്പത്തിക ശേഷി ഞങ്ങൾക്കില്ല. അതുകൊണ്ട് അവിടുത്തെ ന്യൂസ് പേപ്പറുകളിലാണ് ചാർക്കോൾ കൊണ്ട് ചിത്രങ്ങൾ വരച്ചിരുന്നത്. അപ്പോൾ മൂപ്പർ ചെയ്തു തരുന്ന എല്ലാ വർക്കുകളും നമ്മൾ അതുപോലെ സൂക്ഷിക്കണം. അപ്പോൾ ആ കാലഘട്ടങ്ങളിൽ അരവിന്ദൻ്റെ അനുസ്മരണങ്ങളൊക്കെ അവിടെ തുടർച്ചയായി നടന്നിരുന്നു. അങ്ങനെയാണ് അരവിന്ദൻ്റെ കാഞ്ചന സീത, പോക്കുവെയിൽ, പിന്നെ കുമ്മാട്ടി, ഇങ്ങനെയുള്ള കഥാസന്ദർഭങ്ങൾ ഇദ്ദേഹമായിരുന്ന അത്തരം സിനിമകളുടെയൊക്കെ കലാസംവിധായകൻ. അതിൻ്റെ മെമ്മറിയാണ് ചെയ്തിരിക്കുന്നത്. തികച്ചും 2-3 മിനിറ്റ് കൊണ്ട് ചെയ്തിരുന്ന സ്കെച്ചിൻ്റെ ഭംഗിയാണ്, അതിനോടുള്ള കൗതുകവും താല്പര്യമാണ് എന്നെ ഈ ചിത്രങ്ങൾ ശേഖരിക്കാനും സൂക്ഷിച്ചു വെക്കാനും പ്രേരിപ്പിച്ച ഘടകം. ഷോയിൽ ഇപ്പം വളരെ വിലമതിക്കാനാവാത്ത ഒരുപാട് ഡ്രോയിങ്സ് എനിക്ക് കാണാൻ സാധിച്ചു. ഇതിന് എത്രത്തോളം എന്താ പറയുക, ഒരു വാല്യൂ ഇന്നത്തെ സമൂഹം കൽപ്പിക്കുന്നുണ്ട് എന്നതിനെക്കുറിച്ച് അറിയാൻ ആഗ്രഹമുണ്ട്. അല്ല, നമ്പൂതിരിയുടെ ചിത്രത്തിൻ്റെ വിലയെക്കുറിച്ചോ അല്ലെങ്കിൽ പുതിയ കാലം അതിനെ എങ്ങനെ പരിഗണിക്കുന്നു എന്നതിനെക്കുറിച്ചും പറയാൻ ഞാൻ ആളല്ല. പക്ഷെ നമ്പൂതിരി ആധുനിക ചിത്രകല പിന്നെ കാലത്ത്, പ്രത്യേകിച്ച് ഇല്ലസ്ട്രേഷൻ രംഗത്ത് ഒരു അതികായകനാണ്. കാരണം അദ്ദേഹം ഉൾക്കൊള്ളുന്ന ചിത്രങ്ങളുടെ സൗന്ദര്യം, ചിത്രം എന്ന് പറഞ്ഞാൽ ഡ്രോയിങ്ങുകളാണ്. ഒരു ഡ്രോയിങ് എന്ന് വെച്ചാൽ ഒരു പെയിൻറ്റിങ്ങിനേക്കാളും പിന്നെ ഒരു പ്രേക്ഷകനിൽ, കാഴ്ചക്കാരനിൽ എത്തിക്കാൻ കെൽപ്പുള്ള സാധനമാണ്. കാരണം അതും അദ്ദേഹത്തിൻ്റെ 7 അടി പെണ്ണുങ്ങളെന്നോ റോട്ടിൽ കണ്ടാൽ നമ്മൾ ഓടിച്ച് കളയും. പക്ഷേ ആ സൗന്ദര്യ സങ്കല്പം എന്ന് പറയുന്നത് അദ്ദേഹം ആർജിച്ചെടുത്ത ഒരു പ്രത്യേക, കാരണം ആ ക്രിയേഷൻ തന്നെയാണ്.
അതിന് വെറും ഡെമോ ഒരു നമ്മളുടെ എന്താ പറയുക ഇല്ലസ്ട്രേഷൻ എന്ന രീതിയിൽ മാത്രം അതിനെ ഒതുക്കാൻ പറ്റില്ല. കാരണം അത്രമാത്രം സ്റ്റഡീഡാണ്. കാരണം അയാൾ ആനിമൽസിനെ ചെയ്തിട്ടുണ്ട്, കുതിര, ആന, ഇതൊക്കെ ശരിക്കും നമ്മൾ അജന്ത എല്ലോറയിലൊക്കെ പോയി നിൽക്കുമ്പോൾ ഈ ആനയുടെയൊക്കെ അടുത്ത് നമ്മൾ നിൽക്കുന്ന ഒരു ഫീലുണ്ട്. അത് ഇദ്ദേഹത്തിൻ്റെ പഠനമാണ്. അത്തരത്തിൽ അദ്ദേഹത്തെ ഗേസിയസിനെ പോലത്തെ ആളുകൾ അദ്ദേഹത്തെ അത്തരം വഴികളിലേക്ക് നയിച്ചിരുന്നു. ആ വഴിയിൽ നയിച്ചതിൻ്റെ പ്രത്യേകതയാണ് അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളിൽ കാണുന്ന ഈ വളരെ ലളിതമായിട്ടാണെങ്കിലും അദ്ദേഹം രചിക്കുന്ന ചിത്രത്തിലെ ഡെപ്ത് എന്ന് പറയുന്നത്. കാരണം ഒരു ശരിക്കും ഡ്രോയിങ് കൊണ്ടാണ് അദ്ദേഹം ഒരു പെയിൻറ്റ് ചെയ്തതിനെക്കാട്ടും ഭംഗിയിൽ ചെയ്തത്. പെയിൻറ്റിങ്ങിനെ സംബന്ധിച്ചിടത്തോളം നമ്പൂതിരിയുടെ പെയിൻറ്റിങ് അത്രമാത്രം ചെയ്തിട്ടൊന്നുമില്ല അദ്ദേഹം. എന്നാൽ അദ്ദേഹം അതിന് സമയം ഉണ്ടായിരുന്നില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ മെമ്മറി എന്ന് പറയുന്നത് അതിലും അനിതര സാധാരണമാണ്. കാരണം എനിക്കിതിൽ ചെയ്തു തന്ന പല സിനിമകളുടെ ലൊക്കേഷൻ, പല സിനിമയുടെയും അരവിന്ദൻ്റെ കൂടെ തന്നെ പല സിനിമയുടെയും മങ്കടയുടെ കൂടെയൊക്കെ ഇദ്ദേഹം കലാസംവിധായകനായിരുന്നു. ആ കാലഘട്ടത്തിലെ ഓർമ്മകൾ വെച്ചിട്ടാണ് അരവിന്ദൻ്റെ കുമ്മാട്ടിയിലെയും കാഞ്ചന സീതയുടെയും പിന്നെ അങ്ങനെയുള്ള പല സിനിമയുടെയും എൻ ബാലകൃഷ്ണൻ അടക്കമുള്ള ആളുകളുടെ ആ മെമ്മറിയാണ് അദ്ദേഹത്തിൻ്റെ. കാരണം ഷാജിയെക്കുറിച്ച് അതൊക്കെ ഒരു ലൈൻ സ്കെച്ച് കൊണ്ട് ആ അന്നത്തെ അറ്റ്മോസ്ഫിയർ അയാൾ ക്രിയേറ്റ് ചെയ്ത് തന്നു എന്നതാണ്. അതൊക്കെ വില പിടിച്ച, കാരണം ആ വില മതിക്കാൻ വിൽക്കാനുള്ള വിലയല്ല, അതിനപ്പുറമുള്ളൊരു വിലയാണ് ഈ ചിത്രത്തിന് ഞാൻ കാണുന്നത്. കലാഗ്രാമം സ്ഥാപിച്ചത് MV ദേവനാണല്ലോ. അപ്പോൾ MV ദേവൻ KCS പണിക്കറിൻ്റെ ശിഷ്യൻ. അപ്പം ദേവമാഷ് വഴിയാണ് ഈ കലാഗ്രാമം മാഹിയിൽ ഇങ്ങനെയുള്ളൊരു പ്രസ്ഥാനം തുടങ്ങിയത്. കുഞ്ഞിക്കണ്ണൻ്റെ സഹായത്തോടു കൂടി, KP കുഞ്ഞിക്കണ്ണൻ എന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു മനുഷ്യൻ്റെ സഹായത്തോടു കൂടി. ഇവരൊക്കെ ഈ നമ്പൂതിരി ആയിക്കോട്ടെ, ദേവമാഷ് ആയിക്കോട്ടെ, ഇവരൊക്കെ മദ്രാസ് സ്കൂളിൽ നിന്നാണല്ലോ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ മദ്രാസ് സ്കൂളിൻ്റെ ഒരു തുടർച്ചയാണോ മലയാള കലാഗ്രാമം? തുടർച്ചയാണ് കലാഗ്രാമം എന്നൊരിക്കലും പറയാൻ പറ്റില്ല. മദ്രാസ് സ്കൂൾ എന്ന് പറയുന്നത് അവരുടെ കൃത്യമായ ഒരു അക്കാഡമിക്കൽ സമ്പ്രദായങ്ങളോടുകൂടി പഠിച്ചൊരു സ്ഥാപനമാണ്. എന്നാൽ മലയാള കലാഗ്രാമം എന്ന് പറയുന്ന രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ബംഗാളിലൊക്കെയുള്ള സ്വതന്ത്രമായൊരു കാഴ്ചപ്പാടിൽ മുഖ്യധാരയിൽ എത്തിപ്പെടാൻ പറ്റാത്ത താല്പര്യമുള്ള കലാകാരന്മാർക്ക് കലയെക്കുറിച്ച് അവയർനെസ്സിന് വേണ്ടിയുള്ള സ്ഥാപനമാണ്. അപ്പോൾ രണ്ടാണ്. കാരണം ഒന്ന് കോഴ്സ് സ്റ്റഡി കഴിഞ്ഞിട്ട് പഠിച്ച് നമുക്ക് ജോലി സമ്പാദിക്കാൻ പറ്റുന്ന മാർഗ്ഗങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഈ കലാഗ്രാമത്തെ സംബന്ധിച്ചിടത്തോളം തൊഴിലെടുക്കാനുള്ള ഒരു മാർഗ്ഗങ്ങളില്ലാതെ, അതായത് പിന്നെ പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകൾക്ക് ഏജോ മറ്റൊന്നും ഇല്ലാതെ താല്പര്യത്തോടു കൂടി മാത്രം, പിന്നെ അവർക്ക് അക്കാഡമിക്കൽ ക്വാളിഫിക്കേഷൻ്റെ ആവശ്യമില്ല. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്ക് വരാനും കലയെക്കുറിച്ച് തിരിച്ചറിയാനുള്ള ഒരു സ്ഥാപനമായിട്ടാണ് AP കുഞ്ഞിക്കണ്ണൻ മദ്രാസിലെ ഒരു വ്യവസായി ഇത് തുടങ്ങുന്നത്. അദ്ദേഹത്തിൻ്റെ സ്വന്തം നാട്ടിൽ തുടങ്ങി. പക്ഷേ അതിൻ്റെ ആദ്യത്തെ ഡയറക്ടറായിട്ട് MV ദേവൻ നിശ്ചയിക്കുന്നു. അതിനോടനുബന്ധിച്ച് അവിടെ ചിത്രകല മാത്രമല്ല, ചിത്രം, ശില്പം, നൃത്തം, പിന്നെ യോഗ, മ്യൂസിക്, ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഈ എല്ലാ വിഭാഗത്തിലും അന്ന് ഇത്തരത്തിലുള്ള മദ്രാസിലെ ഏറ്റവും കൊള്ളാവുന്ന അധ്യാപകരെയാണ് ആദ്യകാലത്ത് കൊണ്ടുപോയി പോസ്റ്റ് ചെയ്തിരുന്നത്. പിന്നീട് അതിൻ്റെ ഭാവവും രൂപമൊക്കെ മാറി വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഘടനയിലൊക്കെ പല മാറ്റങ്ങളും വന്നു. പിന്നെ പെർമനൻ്റായിട്ടുള്ള അധ്യാപകരില്ല. പിന്നെ ഈ ഇത്തരത്തിലെ സമൂഹം മാറി, അന്നത്തെ കാഴ്ചപ്പാട് മാറി, കല മാറി. അപ്പോൾ ഇതിനെയൊന്നും പിന്നെ കൺവേർട്ട് ചെയ്ത് പോകാൻ, അതിൽ മാറ്റാൻ മറ്റൊന്ന് ഇതിന് പുതിയ തലമുറ ആവശ്യപ്പെടുന്ന ഒന്നിനെ നൽകാൻ കലാഗ്രാമത്തിന് പറ്റിയിട്ട് ഈ ഏഷ്യൻ ആർട്ട് സെൻറ്ററിനെ കുറിച്ച്, അതും ഈ ഇവിടെയുള്ള എക്സിബിഷൻസിനെ കുറിച്ച്, ഇതിൻ്റെ തുടക്കം എങ്ങനെയാണ് അതിനെക്കുറിച്ചൊക്കെ പറയാൻ പറ്റും? ഒരു 30 വർഷം ഗ്രാമവുമായിട്ടും കലയുമായിട്ട് ബന്ധപ്പെടുകയും ഈ പിന്നെ ലളിതകലാ അക്കാദമിയുടെയും ഫോക്ലോർ അക്കാദമിയുടെയും പിന്നെ അധികാര സ്ഥാനങ്ങളിലേക്ക് ഞാൻ വരികയൊക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ട് കേരളത്തിലും കേരളത്തിന് പുറത്തുള്ള നാഷണൽ ഒരു 10ൽ കൂടുതൽ സംസ്ഥാനങ്ങൾ നടന്ന ദേശീയ ക്യാമ്പുകളിലൊക്കെ ഞാൻ പങ്കെടുത്തിരുന്നു. ഇതിൻ്റെയൊക്കെ ആവിർഭാവമാണ് ഒരു സ്വന്തമായിട്ടൊരു ഗാലറി എന്ന് പറയുന്നത്. പിന്നെ ദേവമാഷ് ഒരു സ്വാധീനതയുണ്ട്. ദേവമാഷ് എപ്പോഴും തൻ്റെ ഇടത്തോടെ ജീവിക്കാൻ പറയും. തൻ്റെ ഇടം അങ്ങനെ തൻ്റേതായ ഇടമാണ്, അല്ലാണ്ട് ധിക്കാരപരമായ തൻ്റെ ഇടമല്ല. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ഇങ്ങനെ ഒരു ഗാലറി, പ്രത്യേകിച്ച് കൂത്തുപറമ്പിൽ, കാരണം KG സുബ്രഹ്മണ്യം പറഞ്ഞ നാടാണിത്. അദ്ദേഹത്തിന് തൊട്ടപ്പുറത്തെ പ്രദേശത്താണ് ജനിച്ചത്. അവിടെ അത് കൂത്തുപറമ്പ് മുനിസിപ്പാലിറ്റിക്ക് അങ്ങനത്തെ ഒരു താല്പര്യമൊക്കെ ഉണ്ടായിരുന്നു ഒരു ഘട്ടത്തിൽ. അവരതിനു വേണ്ടി ചില പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഞാൻ ജീവിക്കുന്ന സ്ഥലത്ത് എൻ്റെ കയ്യിലെ പല ആർട്ടിസ്റ്റുകളുടെയും വർക്കുകളുണ്ട്. അങ്ങനെ പൊതുസമൂഹത്തിന് തനത് കലകളിൽ നിന്ന് മാറിക്കൊണ്ട്, അതായത് നമ്മൾ ചിത്രകല എന്ന് പറയുന്നത് രവിവർമ്മ ചിത്രങ്ങളെ കണ്ട് സന്തോഷിച്ച് ആശ്ലേഷിച്ച് പോകുന്നതിൽ നിന്ന് മാറ്റം വരുത്താൻ വേണ്ടി മറ്റുള്ള ചിത്രകാരന്മാരുടെ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുക, കാണുക എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഏഷ്യൻ ആർട്ട് സെൻറ്റർ എന്ന് പറയുന്ന ഒരു സ്ഥാപനം തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ ആദ്യത്തെ ലോഞ്ചിങ് ഇന്ത്യയിലുള്ള പ്രമുഖരായ ആളുകളുടെ കൊണ്ട് തന്നെയായിരുന്നു ഏഷ്യൻ ആർട്ട് സെൻറ്റർ ആദ്യം നടത്തിയത്. ചിത്രങ്ങൾ ഒരുപാട് ചിത്രകാരന്മാരുണ്ട് കേരളത്തിൽ, അവരൊക്കെ ചിത്രം വരയ്ക്കുന്നുണ്ട്. പക്ഷേ എത്രത്തോളം വിപണനം കേരളത്തിൽ നടക്കുന്നുണ്ട്? ഈ ചിത്രങ്ങൾ ആളുകൾ വാങ്ങാൻ തയ്യാറാണോ? അതോ എന്താണ് അതിൻ്റെ കേരളത്തിലെ അവസ്ഥ എന്താണ്
എന്നറിയാൻ സുരേഷ് ഏട്ടൻ പോലുള്ളൊരു വലിയ ഒരു കലാകാരനിൽ നിന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഈ ഷോയിൽ എത്രത്തോളം ഈ ഡ്രോയിങ്സിന് എത്രത്തോളം മാർക്കറ്റ് വാല്യൂ ഉണ്ട്, അപ്പോൾ ഇതിൻ്റെ വിപണനം എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടി ഒന്ന് അറിയാൻ താല്പര്യമുണ്ട്. ചിത്രം വരക്കുന്ന ആരും വിപണിയെ കണ്ടുകൊണ്ടല്ല ചിത്രം വരക്കുന്നത്. കമേഴ്ഷ്യൽ പർപ്പസ് അല്ലാതെ രചിക്കപ്പെടുന്ന ചിത്രങ്ങളാണ് ഇതിൽ മിക്ക ചിത്രങ്ങളും. അപ്പോൾ നമ്പൂതിരിയുടെ ചിത്രങ്ങൾക്ക് ഇപ്പോൾ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ദീപാ സീതാറാം പിന്നെ നമ്പൂതിരിയുടെയും സി എൻ കരുണാകരൻ്റെയും ഒരു ഷോ നടക്കുന്നുണ്ട്. അതിൽ 6 ചിത്രങ്ങൾ വിറ്റുപോയി എന്നാണ് ഇന്നലെ ഞാൻ അറിഞ്ഞത്. ഒരു ചിത്രത്തിന് 6 ലക്ഷം രൂപയാണ് പിന്നെ അതിന് വിലയിട്ടിരിക്കുന്നത്. അപ്പോൾ 6 ചിത്രങ്ങൾ വിറ്റുപോയിട്ട് അതൊരു വലിയ പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന ഒരു സാധനമല്ല. അല്ല, ഈ പ്രതീക്ഷക്ക് വക ചിത്രകാരനില്ലാത്തതുകൊണ്ട് ഇത് ബയേഴ്സിന്. പക്ഷേ നമ്പൂതിരിയുടെ ചിത്രങ്ങൾ അങ്ങനെ ബയേഴ്സിൻ്റെ കയ്യിൽ കളക്ഷൻ ഇല്ല. അദ്ദേഹത്തിൻ്റെ സൗഹൃദ വലയത്തിലും മറ്റൊക്കെ ആളുകളുടെ കയ്യിലാണ്. അപ്പോൾ ദീപാ സീതാറാമിനെ പോലെ പ്രൊമോട്ട് ചെയ്യുന്ന ആളുകൾ നാളെ അത് കേരളത്തിന് പുറത്ത് പ്രദർശിപ്പിക്കപ്പെടുകയും നമ്പൂതിരിയുടെ പേരിലുള്ള ഈ 1 ലക്ഷം രൂപയുടെ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ അവാർഡിനോടനുബന്ധിച്ച് നമ്പൂതിരിയുടെ ചിത്രങ്ങളുടെയും അവാർഡ് കിട്ടുന്ന ആൾ അനൗൺസ് ചെയ്തില്ല, കിട്ടുന്ന ആളുടെയും ചിത്രം തിരുവനന്തപുരത്ത് എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. ആ എക്സിബിഷനോട് കൂടി പല ബയേഴ്സും, കാരണം ഒരിക്കലും ബയേഴ്സിൻ്റെ കയ്യിലാണ്, ഗാലറികളുടെ കൈയാണ് ഈ ചിത്രം വിപണി എന്ന് പറയുന്നത്. അത്തരം ബയേഴ്സ് ഇവിടെ എത്തി നോക്കിയിട്ടില്ല. കാരണം ഇദ്ദേഹത്തിൻ്റെ പെയിൻറ്റിങ്ങുകളില്ല, ഡ്രോയിങ്ങുകളാണ്. അപ്പോൾ ഈ വിപണി മൂല്യം എന്ന് നിർണ്ണയിക്കപ്പെടുന്നത് ഗാലറികളാണ്. അപ്പോൾ ഗാലറികളുടെ കയ്യിലേക്ക് ഇനി ചിത്രങ്ങൾ എത്തപ്പെടുകയും ഇദ്ദേഹം 100 വർഷം ജീവിച്ചിരുന്ന വലിയ മനുഷ്യൻ്റെ ചിത്രങ്ങളെ സമൂഹത്തിൻ്റെ അത്തരത്തിലുള്ള ആളുകളുടെ കയ്യിലെത്തുമ്പോൾ ഈ ചിത്രത്തിന് വില കൂടും. ആ വില കൂടലിൻ്റെ ഭാഗമാണിപ്പോൾ 6 ലക്ഷം രൂപയ്ക്ക് ഇവിടെ കാണിച്ച അതേ വലിപ്പമുള്ള ചിത്രമാണ്. ശരി, 2 അടി 3 അടി വലിപ്പമുള്ള ചിത്രങ്ങൾ, പെയിൻറ്റിങ് അല്ല, പെയിൻറ്റിങ്ങിന് അവിടെ വിലയിട്ടിരുന്നത് 12 ലക്ഷം രൂപയാണ്. അപ്പോൾ ഇത്രയും വിലക്ക് ചിത്രങ്ങൾ വാങ്ങാനുള്ള ഒരു ടെൻഡൻസിറ്റി വന്നിട്ടുണ്ട്. അത് പുതിയ ഗാലറിക്കും പുതിയ ആളുകൾക്കും, പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രായത്തെയും നമ്മൾ അറിയണം. 100 വയസ്സത്തെ ഒരു മനുഷ്യൻ അത്രയും കാലം പണിയെടുത്തതിൻ്റെ പരിണത ഫലമാണത്. അത് കിട്ടിയിട്ടില്ല, അത് കിട്ടും, കുറച്ച് കഴിയുമ്പോൾ കിട്ടും. പിന്നെ ഇതൊന്നും വിലക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ സൂക്ഷിക്കുക എന്നതല്ല. ഒരിക്കലും കല എന്നത്, ഞാൻ നിർമ്മിക്കുന്ന കല ഒരിക്കലും കച്ചവടം എന്നത് എൻ്റെ മനസ്സിലേ വരാത്ത സാധനങ്ങളാണ്.